സ്റ്റോപ്പ് ബീയിങ് ആൻ എളിമേഷ്. നമ്മുടെ ഈ ലോകത്ത് റെസ്പെക്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന വേറൊരു രീതിയിലാണ്. നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് മാത്രം ആളുകൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം തരണമെന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നൈസ് ഗായ്സിന് അല്ലെങ്കിൽ ഈ ഭയങ്കര എളിമയൊക്കെ കാണിക്കുന്ന ആളുകൾക്ക് അവരർഹിക്കുന്ന റെസ്പെക്റ്റ് ഒന്നും കിട്ടാറില്ല പലപ്പോഴും. കാരണം ആളുകളുടെ ഒരു മൈൻഡ് സെറ്റും ഒരു സൈക്കോളജി പോകുന്ന ഇങ്ങനെയാണ്. ഇവൻ എന്തുകൊണ്ടാണ് ഇത്രയും എളിമയോടെയും ഭവ്യതയോടെയും പെരുമാറുന്നത്? ഒന്നെങ്കിൽ ഇവൻ എന്നെക്കാളും താഴ്ന്ന ആളായിരിക്കും, എന്നെക്കാളും വാല്യൂ കുറഞ്ഞ ഒരാളായിരിക്കും എന്നൊക്കെ പലപ്പോഴും ആളുകൾ ചിന്തിക്കും. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഒരാൾ ഭവ്യതയോടെയും എളിമയോടെയൊക്കെ പെരുമാറുമ്പോൾ അവരോടും അതേ രീതിയിൽ അതേ ഒരു എളിമയോടൊക്കെ തിരിച്ചു പെരുമാറുന്ന ആളുകളുള്ളൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ ലോകം വർക്ക് ചെയ്യുന്നത്. അതായത് തന്നെക്കാളും കുറച്ച് താഴ്ന്നു നിൽക്കുന്നവനെ ഭരിക്കുക, അവൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ തന്നെ നിങ്ങളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കും. അതായത് നിങ്ങളുടെ ഓഫീസിൽ 2 പേരുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ സെൽഫ് റെസ്പെക്റ്റ് ആയിട്ട് കുറച്ച് ഡോമിനേറ്റിംഗ് ആയിട്ട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് അതേ മീറ്ററിൽ തന്നെ തിരിച്ച് പറയും, ഇച്ചിരി ഒരു അരഗൻ്റ് ആണ് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഒരാൾ. മറ്റൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഓക്കെ സാർ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബോസ് ആദ്യം വിളിച്ച് മെക്കിട്ട് കയറുന്ന ഈ പാവത്താൻ്റെ നെഞ്ചത്തോട്ടായിരിക്കും. കാരണം അവൻ്റെ വായിൽ നിന്ന് തിരിച്ച് വലിയ കടുപ്പത്തിലൊന്നും ഇങ്ങോട്ട് വരില്ലെന്ന് ഇയാൾക്ക് നല്ലപോലെ അറിയാം. അതേസമയം മറ്റവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ച് കാര്യങ്ങൾ ചോദിക്കും, അവൻ അന്വേഷിക്കും, അവൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവൻ തിരിച്ച് ഇയാളെ തെറി വിളിക്കുമെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാം. അവനങ്ങനെ നോട്ടമൊന്നും ഇല്ലാത്ത ആളാണെന്ന് അറിയാം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഇയാൾ തിരഞ്ഞെടുക്കുന്ന ഈ നൈസ് ഗായിയാണ്. കാരണം അവൻ എളിമേഷാണ്, അവൻ ഒരു പരിധി വിട്ടവനൊന്നും പറയില്ലെന്ന് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് മെക്കിട്ട് കയറാൻ തിരഞ്ഞെടുക്കുന്ന ഈ നൈസ് ഗായിയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മൾ സ്റ്റേൺ ആണ്, നമ്മൾ സ്ട്രോങ് ആണ്, നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരുത്തിനും അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ അടുത്ത് മെക്കിട്ട് കയറാൻ വരില്ല. അതേസമയം എന്ത് പറഞ്ഞാലും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നമ്മൾ ഓവർ എളിമേഷ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവൻ നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലേ പോലും അവൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നമ്മുടെ മെക്കിട്ട് കയറും. റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യം ഇത് ഫിലോസഫിയോ അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുള്ള തിയറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ ആ ഒരു തിയറി വേൾഡിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ റിയൽ വേൾഡിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും തന്നെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്ത് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ എളിമയുടെ അസ്കിതയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു സെൽഫ് ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവർ നിങ്ങളോട് ഒരു ഡിസ്റെസ്പെക്റ്റ് കാണിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ കോളേജിൽ തന്നെ മറ്റുള്ളവർ കൂട്ടം കൂടി എന്നിട്ട് നിങ്ങളെ കളിയാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നന്മയുള്ളൊരു ക്യാരക്ടറിനെ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെയും മറ്റുള്ളവരെ പിടിച്ചിടിക്കാതെ അടിക്കാതെയും നമ്മൾ അർഹിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സ് ആണ് ഈ വീഡിയോയിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പോയിന്റ് നമ്പർ 1 എന്ന് പറയുന്നത്, നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് പുറത്തുനിന്നല്ല തുടങ്ങുന്നത്, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. മറ്റുള്ളൊരാൾ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ നമ്മൾ മറ്റുള്ളവർക്കൊരു സ്പേസ് കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇത്രയും ബഹുമാനം കൊടുക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കൊമ്പത്താളാണെന്ന് വിചാരിക്കലല്ല. പക്ഷേ നമ്മളെ ക്യാരി ചെയ്യുന്ന ആ ഒരു രീതി, നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു രീതി, ഇതിൽ നിന്നൊക്കെയാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇവനെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ കുറച്ച് എന്തെങ്കിലും ഞാൻ ഇവനോട് കാണിച്ചു കഴിഞ്ഞാൽ അവൻ റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു ഇൻഫോർമേഷനാണ് നമ്മൾ ആൾക്കാരിലേക്ക് പറയാതെ പറയേണ്ടത്. നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും കൺവേ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങളെക്കുറിച്ച് തന്നെ എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളെങ്ങനെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ക്യാരി ചെയ്യുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊരു ഡിസ്റെസ്പെക്റ്റ് ഉണ്ടായാൽ അതിനോട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ മറ്റുള്ള ആളുകൾ കാണുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണ് മറ്റുള്ള ആളുകൾ അവർ പോലും അറിയാതെ സബ് കോൺഷ്യസ് ആയിട്ട് നമുക്കൊരു വിലയിടുന്നത്. നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ടതും ടോളറേറ്റ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോളേജ് ക്യാമ്പസിൽ നമ്മുടെ ക്ലാസ് റൂമിൽ മറ്റൊരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വൾഗറായിട്ട് മറ്റൊരാൾ നമ്മളോട് കളിയാക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കളിച്ചിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫൺ ഉണ്ടാക്കാൻ വേണ്ടി, എനിക്കൊരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇവൻ്റെ മെക്കിട്ട് കയറാം. ഇവൻ്റെ മെക്കിട്ട് കയറിയാലും ഇവൻ വലിയ രീതിയിൽ റിയാക്ട് ചെയ്യില്ല, ഇവനത് എൻജോയ് ചെയ്യും. അപ്പം ഞാൻ സേഫാണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തമാശയൊക്കെ പറഞ്ഞ ഒരാളാകുകയും ചെയ്യാം, ഇവനെ ഒന്ന് ഇരുത്തുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഇരയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെപ്പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ ഒരു ഇരയാക്കി വെച്ചുകൊണ്ട് നമ്മളെ കളിയാക്കി അവിടെ ഒരു ഫൺ സൃഷ്ടിച്ച് അവർ എൻജോയ്മെൻറ്റ് നടത്തുമ്പോൾ
അതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യുക, അതിനെതിരെ നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയുക. നമ്മുടെ ഫസ്റ്റ് റിയാക്ഷനാണ് ആൾക്കാർക്ക് നമ്മളുള്ള ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം കുറേ നാളൊക്കെ ഇത് കേട്ടോണ്ടിരുന്നിട്ട് പിന്നെ ഒരു ദിവസമാണ് റിയാക്ട് ചെയ്യുന്നെങ്കിൽ അവർ ചിന്തിക്കും ഇത്രയും നാൾ ഇവന് കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പോൾ ഇവൻ റിയാക്ട് ചെയ്യേണ്ട കാര്യം എന്താ? അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളും പറഞ്ഞിട്ട് അവൻ റിയാക്ട് ചെയ്തിട്ടില്ല, അപ്പം അവൻ അങ്ങനെ റിയാക്ട് ചെയ്യാത്തൊരുത്തനാണ്, അപ്പോൾ അവൻ അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ളൊരു അധികാരം ഇല്ല എന്നൊരു സൈക്കോളജി അവർക്കെല്ലാം സെറ്റായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ നാൾ കേട്ടോണ്ടിരുന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ ഇവരെല്ലാം കൂടെ ചിലപ്പോൾ നിങ്ങൾ ആക്രമിക്കാനോ നിങ്ങളുടെ മെക്കിട്ട് കയറാനോ സാധ്യതയുണ്ട്. അതേസമയം ദ വെരി ഫസ്റ്റ് ഇൻസൾട്ട്, ആദ്യത്തെ ഇൻസൾട്ട് കിട്ടുമ്പോഴേ അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കുന്ന അവർക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും ചെറിയ കാര്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുന്നവനാണ്, അതുകൊണ്ട് തന്നെ ഇവനോടൊന്നും പറയാൻ പറ്റില്ല, ഇവനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നല്ലപോലെ കിട്ടും എന്നുള്ളൊരു മെസ്സേജാണ് ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാൻ അവർക്ക് ഒരു പേടിയുണ്ടാവും. അതാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു പേടിയാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ ആരെങ്കിലും റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ അത്രയും മഹത്തായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. എല്ലാ ആളുകൾക്കും അങ്ങനെ മഹത്തായിട്ടുള്ള വ്യക്തി ആകാനൊന്നും പറ്റില്ല. എല്ലാ ആളുകൾക്കും ഗാന്ധിജി ആകാനോ അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും APJ അബ്ദുൽ കലാം ആകാനോ ഒന്നും പറ്റില്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. അപ്പം സാധാരണ മനുഷ്യരാകുമ്പോൾ നമ്മൾക്ക് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് നമ്മൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോഴോ അനാവശ്യമായിട്ട് നമ്മളെ ഒരു കരുവാക്കി വെച്ചുകൊണ്ട് അവന് ഫണ്ണുണ്ടാക്കാൻ നിൽക്കുമ്പോഴോ നമ്മൾ ആദ്യമേ തന്നെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മളിത് നിരന്തരം അനുഭവിക്കേണ്ടി വരും. അതുപോലെ മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രാവശ്യം പോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിച്ച് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതും അവർക്കൊരു ലൈസൻസാണ്. ഇവനോടൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നൊരു ലൈസൻസാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അവർ നിങ്ങളോടൊരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ അറിയാതെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുക, ഇത് ആദ്യമായതുകൊണ്ട് നിങ്ങൾ അറിയാതെയാണെന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിച്ചു, ഇത് കുഴപ്പമില്ല, പക്ഷേ ഇനി ഇതൊരിക്കലും ചെയ്യരുത്, ഞാൻ ഇനി ഇത് ടോളറേറ്റ് ചെയ്യില്ല എന്ന് വ്യക്തമായിട്ടുള്ള ബൗണ്ടറി വെക്കണം. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മയിലാട്ടം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടതാന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ജയറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജയറാം എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസ് ഗായ്, ആരോടും നോ പറയാൻ പറ്റാത്ത, ആരെന്ത് പറഞ്ഞാലും അതിനോട് നോ പറയാൻ പറ്റാത്ത, എല്ലാവരോടും ഒരു നന്മമരം കളിക്കുന്ന ഒരു നന്മേഷായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാളെ എത്രത്തോളമാണ് അയാളുടെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ചൂഷണം ചെയ്യുന്നതെന്നും നിങ്ങൾ കണ്ടു. അതിനുശേഷമാണ് അതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള പളനി എന്ന് പറയുന്ന മറ്റേ ജയറാം വരുന്നത്. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞപ്പോൾ ഇമ്പാക്റ്റിനുണ്ടായ ചേഞ്ച് നിങ്ങൾ കണ്ടു കാണും. അപ്പം നമുക്ക് രണ്ടിൻ്റെയും കൂടെ ഒരു സേഫ് കോമ്പിനേഷനാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. രണ്ട് എക്സ്ട്രീമിൽ നമ്മൾ പോകാൻ പാടില്ല. ഈ ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന മോഡലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മളവരെ പഠിപ്പിക്കുന്നതെന്ന്. ഞാൻ എന്നെ ഇങ്ങനെയാണ് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നത്, ഇതിന് തൊട്ട് താഴോട്ടുള്ള ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരും അത് ഫോളോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. കാരണം മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ളൊരു മോശം പെരുമാറ്റമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ളൊരു ഡിസ്റെസ്പെക്റ്റോ നിങ്ങൾ ഒട്ടും എൻ്റർടൈൻ ചെയ്യുന്നില്ല, അതൊട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന് കാണുമ്പോൾ മറ്റുള്ളവരും ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് അങ്ങനെ പെരുമാറാൻ, ആ റെസ്പെക്റ്റ് തന്ന് പെരുമാറാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല, നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു റെസ്പെക്റ്റ് തന്ന് സംസാരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചോദിക്കുക, എനിക്ക് അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ? ഞാൻ എന്നെ ആ ഒരു പൊസിഷനിലാണോ വെച്ചിരിക്കുന്നത്? നിങ്ങളെ ആ ഒരു പൊസിഷനിലല്ല വെച്ചിരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ബഹുമാനത്തോടെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് പറയാൻ പോലും സാധിക്കില്ല. കാരണം ഞാൻ തന്നെ എന്നെ ബഹുമാനിക്കുന്നില്ല, പിന്നെയാണോ മറ്റുള്ളവർ? അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓതൻറ്റിക് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഈ ബഹുമാനം കിട്ടുന്ന ആളുകൾ ഒച്ചത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എല്ലാവരോടും ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കഴിവുള്ള ബെസ്റ്റായിട്ടുള്ള ആൾക്കാരോ എല്ലാ കാര്യങ്ങളും വിജയം നേടുന്ന ആൾക്കാരോ അങ്ങനെയൊന്നുമല്ല. പകരം മറ്റുള്ളവരുടെ ഡിമാൻഡിനനുസരിച്ച് മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ക്യാരക്ടർ മാറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കയറി ഞാൻ വലിയ ആളാണെന്നുള്ള രീതിയിൽ പെരുമാറാനും അല്ല. കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥലങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊരു സ്ഥലത്ത് പോകുന്നു, അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ഇപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ലേഡീസ് മാത്രമാണുള്ളത്, അപ്പം മറ്റേ സൈഡിൽ കുറച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ കള്ളു കുടിക്കുന്ന ആൾക്കാരോ എന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ നമ്മളോട് മോശമായിട്ട് പെരുമാറി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ എന്നോട് മോശമായിട്ട് പെരുമാറി, ഞാൻ എൻ്റെ ക്യാരക്ടർ വിട്ട് കളിക്കത്തില്ല, അവനോട് പോയി അടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കത്തിയാണോ തോക്കാണോ ഇരിക്കുന്നത് അറിയില്ല, എടുത്ത് കുത്തി തന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പാഴായി പോകും. അതുപോലെ തന്നെ യുവന്മാരെന്ന് പറഞ്ഞ സ്വഭാവത്തിൽ നിൽക്കുന്ന ആൾക്കാരല്ല, അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവിടെ നമ്മൾ നമ്മുടെ ഷോ ഓഫ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ നിന്ന് ഒഴിവായി പോകണം. കാരണം ഇവനൊന്നും നാളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ആൾക്കാരൊന്നും അല്ല, അവനൊന്നും സ്വബോധം പോലും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കി അവിടെ നിന്ന് ഒഴിവായി പോകുക എന്നുള്ള, അല്ല അവരോട് പോയി വഴക്കിടാനോ അല്ലെങ്കിൽ നീ എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു അത് ഞാൻ ഒട്ടും ടോളറേറ്റ് ചെയ്യില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടുത്ത് എന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഐഡൻറ്റിറ്റിയും ക്യാരക്ടറും മാറ്റേണ്ട കാര്യമില്ല, പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് നമുക്ക് പെരുമാറാം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നത്, കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല.
അങ്ങനെ ഒരു കാര്യമില്ലാത്ത സമയത്ത് എന്തിന് നിങ്ങൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ലൈഫും വേസ്റ്റ് ചെയ്യണം? അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാര ശൈലിയാണ്, സംസാരിക്കുന്ന ടൂൺ. നമ്മൾ ചില സമയത്തൊക്കെ നമ്മുടെ ചില നടന്മാർ, ഇപ്പോൾ നമ്മുടെ ജയറാമേട്ടനെയൊക്കെ എളിമേട്ടൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാലത്ത് ജയസൂര്യ. പക്ഷേ ജയേട്ടനോട് ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു പഴയ സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ കാര്യമൊക്കെ പറയാനായിട്ട്. പുള്ളി എന്നെ നേരിട്ട് കണ്ടിട്ടില്ല, എന്നെ ഒരു പരിചയമില്ല. അന്ന് ഞാനെന്ന് പറയുന്ന ഒരാളെ ഇന്ന് കുറച്ച് പേർക്കെങ്കിലും യൂട്യൂബിലൂടെങ്കിലും അറിയാവുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മറ്റു രീതിയിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അന്ന് അങ്ങനെ ആർക്കും അറിയില്ല ഞാനെന്ന് പറയുന്ന ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. എൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും അല്ല മറ്റാർക്കും അറിയാത്തൊരു സമയം. പക്ഷേ അന്നും അദ്ദേഹം വളരെ എളിമയോടും സ്നേഹത്തോടും കൂടിയാണ് എന്നോട് സംസാരിച്ചത്. അത് ഇന്ന് ഞാൻ ഓർക്കുന്നു. അപ്പം അത് പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ്, പുള്ളി അഭിനയിക്കുകയാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. കാരണം എന്നോടങ്ങനെ എളിമയോടോ എന്നോടങ്ങനെ സ്നേഹത്തോടോ സംസാരിച്ചിട്ട് പുള്ളിക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ക്വാളിറ്റിയാണ്. ഈ സൈക്കോളജിയിൽ തിയറി ഓഫ് കോൺഗ്രുവൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ റിയലിൽ ഒരു നമ്മളുണ്ട്, അതായത് നമ്മൾ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു നമ്മളുണ്ട്, അത് നമുക്കറിയാം നമ്മൾ എങ്ങനെയാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മൾ പബ്ലിക്കിൽ കാണിക്കുന്ന നമ്മുടെ ഒരു ഇമേജ് ഉണ്ട്, നമ്മുടെ ഒരു പബ്ലിക് സെൽഫ്. അപ്പോൾ 90% ആളുകൾക്കും ഇത് രണ്ടും വ്യത്യസ്തമായിരിക്കും, രണ്ട് രീതിയിലായിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എക്സ്ട്രീംലി ഡിഫറൻസ് ഇല്ലെങ്കിൽ ഏകദേശമൊക്കെ ഇത് രണ്ടും രണ്ടും ഒരുപോലും ഒരിക്കലും ആയിരിക്കില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഇത് രണ്ടും കൂടെ ഏകദേശമൊക്കെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ടും തമ്മിൽ ഒരു 60%, ഒരു 70% എങ്കിലും മാച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ കൂടുതൽ വിശ്വസ്തനായിട്ടും ഓതൻറ്റിക് ആയിട്ടും കണക്കാക്കും. അടുത്ത കാര്യമാണ് ഡ്രോ യുവർ ബൗണ്ടറീസ്. അതായത് ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവൽ വരെയുള്ള തമാശകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ഏത് ലെവൽ വരെയുള്ള ഇൻസൾട്ടുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ഏത് ലെവൽ വരെ ഒരാൾക്ക് നമ്മളോട് വോയിസ് റേസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ ഇതുവരെ അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോഴേ ബൗണ്ടറി സെറ്റ് ചെയ്ത് തുടങ്ങുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്രയും നാളും ഇൻസൾട്ടെല്ലാം സഹിച്ചിരുന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോഴോ പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോഴോ ആളുകൾ നിങ്ങളെ മെക്കിട്ട് കയറാനും കുറച്ച് കൂടുതൽ ഫ്രിക്ഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ സാരമില്ല, പതുക്കെ സ്ലോ പോയിസൺ എന്ന് പറയുന്ന പോലെ പതുക്കെ ഇഞ്ചെക്ട് ചെയ്ത് ബൗണ്ടറി കൊണ്ടുവരിക, പതുക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങുക, പതുക്കെ ഡിസ്റെസ്പെക്റ്റിനെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. അതായത് നേരത്തെ നിങ്ങളൊരു കൂട്ടത്തിരിക്കുമ്പോൾ നിങ്ങളെ കളിയാക്കി കളിച്ച് തമാശകൾ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ നിന്ന് ചിരിച്ച് പൊടനെ പോലെ ഇരിക്കുമായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളത് പ്രകടിപ്പിക്കുക, എനിക്ക് അതിൽ താല്പര്യമില്ല, എനിക്ക് അതിൽ ഇഷ്ടക്കുറവുണ്ടെന്ന് മുഖത്ത് പ്രകടിപ്പിക്കുക. അങ്ങനെ പ്രകടിപ്പിച്ച് തുടങ്ങുക. ആദ്യമൊക്കെ ഫ്രിക്ഷൻസ് ഉണ്ടാവും, പക്ഷേ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. പതിയാണ് നമ്മൾ ആൾക്കാർ ഓരോ കാര്യങ്ങൾ ശീലിപ്പിക്കുന്നത്. കാരണം നമ്മൾ കുറേ നാൾ ക്ഷമിച്ചിട്ട് പിന്നെ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഇതെന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് വന്നാലും ക്ഷമിക്കുന്നതാണ്, ഇവൻ ഇത്രയും പെട്ടെന്ന് പ്രതികരിക്കേണ്ട കാര്യം എന്താ, ഇവൻ ഇങ്ങനെ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇവൻ പ്രതികരിക്കുമ്പോൾ നിങ്ങളെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് അവർക്ക് തോന്നുന്നത്. അതേസമയം ആദ്യം തന്നെ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അവരെന്തോ തെറ്റ് ചെയ്ത പോലൊരു ഫീൽ ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അടുത്തൊരു കാര്യമാണ് നോ പറയാൻ പഠിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് ഓവർ ടൈം തന്നാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ അവൻ്റെ ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല ഒരാൾ നിങ്ങളോട് കടം ചോദിച്ചാലോ, അല്ലെങ്കിൽ മറ്റൊരുത്തൻ നിന്റെ വണ്ടി ചോദിച്ചാലോ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നോ പറയാൻ പഠിക്കുക. നമ്മൾ 10 പ്രാവശ്യം ഒരാൾക്ക് കൊടുത്തിട്ട് 11ാമത്തെ പ്രാവശ്യം കൊടുക്കാൻ നമ്മളൊരു മടി കാണിച്ചാലും നമ്മൾ ആദ്യം കേൾക്കേണ്ടി വരുന്ന അതേ വഴി തന്നെ അതേ ഒരു ചീത്തപ്പേര് തന്നെ, അല്ലെങ്കിൽ അതേ ഒരു ഇഷ്ടക്കുറവ് തന്നെ അവൻ കാണിക്കും. ഞാൻ പൊതുവെ ആരോടും കടം വാങ്ങിക്കാറുമില്ല, ആർക്കും കടം കൊടുക്കാറുമില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും തന്നെ എന്നോട് കടം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഇപ്പോൾ നമ്മൾ തമ്മിൽ നല്ലൊരു ടേംസ് ഉണ്ട്, നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പൈസ അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ സമയത്തിനുള്ള ബ്രോയ്ക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ അത് മോശമായിട്ട് ബാധിക്കും. സുഹൃത്തുക്കളായിട്ടിരുന്ന നമ്മൾ പൈസ എന്നൊരു ശത്രുവിനെ വാങ്ങിച്ച പോലാവും. അതുകൊണ്ട് ഞാൻ ആർക്കും കടം കൊടുക്കാറുമില്ല, ആരുടെ നിന്ന് കടം വാങ്ങിക്കാറുമില്ലെന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറയും. ഒരു പ്രാവശ്യം പറയത്തേ ഉള്ളൂ, പിന്നെ അവർ ചോദിക്കാറില്ല. സോ അങ്ങനെ ഒരു ബൗണ്ടറി നമ്മൾ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യുക, നോ പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ നോ പറയാൻ ശീലിക്കുക. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു കാര്യമാണ് ഹെസിറ്റേഷൻ ടു റിയാക്ട്. പ്രതികരിക്കാനുള്ള മടി. റിയാക്ട് ചെയ്യാൻ അറിയാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ച് എന്ത് മറുപടി പറയണം എന്ന് നമുക്ക് ചിലപ്പോൾ അപ്പോൾ ഓർമ്മ വരില്ല. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അത് ചെയ്താൽ മതി, അങ്ങനെ നമ്മൾ അവിടെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അവിടെയാണ് ഡിസാമിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നൊരു സാധനം. അതായത് ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ചവനോട് വാദിക്കാനോ അല്ലെങ്കിൽ തിരിച്ചവനെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കാനോ ഒന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ അവിടെ നമുക്ക് ബുദ്ധിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഡിസാമിങ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടത്തിലിരിക്കുന്നു, നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ ഒന്ന് ചെറുതാക്കിയിട്ട് അവനൊന്ന് ആളാൻ വേണ്ടി ചോദിക്കുന്നു, അല്ലെങ്കിൽ നീ ഒരു പൊട്ടനല്ലേ എന്നുള്ള രീതി ചോദിക്കുമ്പോൾ ഡിസാമിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, അതെന്ത് വർത്താനം നീ പറഞ്ഞത്, അല്ല നീ ഇപ്പം എന്തിനാ അങ്ങനെ സംസാരിച്ചത്, അല്ലെങ്കിൽ നീ എന്താ ഉദ്ദേശിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള ഡിസാമിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നതിലൂടെ നമുക്കതൊട്ടും അത്ര സൂചിച്ചിട്ടില്ല എന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ നമ്മൾ അവരോട് മോശമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവരെ തിരിച്ച് ചീത്ത വിളിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഡിസാമിങ് ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മുടെ ഡിസഗ്രിമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടക്കുറവ് വ്യക്തമായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പ്രഷനിലും നമ്മുടെ ആ ചോദ്യത്തിലും അത് നമുക്ക് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലാവും. ഒരൊറ്റ ചോദ്യം കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. 6ാമത്തെ കാര്യമാണ് തൊട്ടേനും പിടിച്ചതിനൊക്കെ സോറി പറയാതിരിക്കുക. നമ്മൾ നമ്മുടെ സൈഡ് ക്ലിയർ ആയിട്ട് പറയുക.
ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതിന് ശേഷം അവൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ അവനും പറയുകയാണ് സോറി ഞാനത് മനസ്സിലാക്കിയില്ലെന്ന് അവൻ പറയുകയാണെങ്കിൽ നമുക്കും പറയാം സോറി കുഴപ്പമില്ല, സോറി ഞാനും അത് അറിഞ്ഞില്ല, ആ ഒരു രീതി പറയാം. അല്ലാതെ അവൻ നമ്മളെ അക്യൂസ്ഡ് ആക്കാൻ നോക്കുകയാണ്, നമ്മളെയാണ് അതിനകത്ത് മോശക്കാരനാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളവിടെ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വാദം ശരിയാണെന്നും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന പോലെ ആവും. നമ്മളവിടെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളപ്പോൾ അവിടെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ സോറി പറയേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ സ്റ്റാൻസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയുക. അല്ലാതെ ഒരു ക്ലാഷ് ഉണ്ടാകുമ്പോൾ അവനും അവൻ്റെ തെറ്റ് സമ്മതിക്കുകയാണെങ്കിൽ നമ്മളും നമ്മുടെ തെറ്റ് സമ്മതിച്ച് സോറി പറയുന്നുണ്ട്, തെറ്റില്ല. അല്ലാതെ തൊട്ടനും പിടിച്ചതിനും എല്ലാ തെറ്റും എൻ്റെയാണെന്നുള്ള രീതിയിൽ സോറി പറയാതിരിക്കുക. അടുത്ത കാര്യമാണ് ഈ ഔട്ടർ നോയ്സസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളത്. ആരെങ്കിലും നമ്മളെ പറ്റി മോശമായിട്ട് പറഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ അക്യൂസ് ചെയ്തോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. കാരണം അങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. നമുക്ക് പിന്നീട് അങ്ങനെ കോൺഫിഡൻസോടെ സംസാരിക്കാൻ സാധിക്കില്ല. അത് എൻ്റെ തെറ്റാണ്, എല്ലാം എൻ്റെ തെറ്റാണെന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ആയിട്ടിരിക്കുക. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് പല പ്രാവശ്യം ആലോചിച്ച് നോക്കിയിട്ട് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മളവിടെ തെറ്റ് ചെയ്തിട്ടില്ല. സോ മറ്റുള്ളവൻ നമ്മളെ അക്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തെറ്റുകാരനാകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അനാവശ്യമായിട്ട് ഉള്ളിലേക്ക് എടുത്ത് നമ്മൾ നമ്മുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് കളയാതിരിക്കുക. അടുത്ത 8ാമത്തെ പോയിൻ്റാണ് വിഡ്രോവൽ. ഈ പറയുന്ന ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വിഡ്രോവൽ. ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫാമിലീസിലാണ്. നമ്മൾ പണ്ട് ഒന്നും അല്ലാതെ നടന്നിരുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. നമുക്ക് ജോലി ഉണ്ടായിരുന്നിരിക്കില്ല, നമുക്ക് വലിയ സമ്പത്തുണ്ടായിരിക്കില്ല. അപ്പോൾ അന്ന് പലരും നമ്മളെ ഇൻസൾട്ട് ചെയ്ത് പെരുമാറി കാണും. പക്ഷേ അന്ന് നമുക്ക് അതിനനുസരിച്ചൊരു വാല്യൂ ഇല്ലായിരുന്ന കാരണം നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ അതൊക്കെ കേട്ട് സഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു രീതി വെച്ച് തന്നെ നമ്മൾ മാറിയിട്ടും നമ്മൾ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുത്തിട്ടും നമുക്ക് ഇന്നിപ്പോൾ എല്ലാം ഉണ്ട്. ഇപ്പോഴും വന്നിട്ട് ആ ഒരു രീതിയിൽ വെച്ച് ബുള്ളി ചെയ്യാനോ ആ ഒരു രീതിയിൽ നമ്മളോട് മോശമായിട്ടോ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറുന്ന ആളുകളുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുടുംബത്തിലൊക്കെ ചെന്ന് അല്ലെങ്കിൽ ഫാമിലി ഫംഗ്ഷന് നമ്മളെപ്പോൾ പോയാലും അവർ ആ രീതിയിൽ തന്നെ പെരുമാറും. നമ്മൾ ആ പഴയ രീതിയിലായിരിക്കും കാണുന്നത്. പക്ഷേ നമുക്ക് പോകുമ്പോഴെല്ലാം ഇവരോട് ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ സമാധാനത്തിനെയും മൊത്തത്തിൽ ആളുകളുടെ ഇടയ്ക്കുള്ള നമ്മുടെ ഇമേജിനെ അത് ബാധിക്കും. ഇവൻ എപ്പോൾ വന്നാലും വഴക്കിടുന്നവനാണെന്ന് ഒരു ഇമേജ് ഉണ്ടാകും. എന്നാൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ ന്യായത്തിനാണ് പറയുന്നത്, ന്യായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ തോന്നില്ല. കാരണം നമ്മൾ ചെല്ലുമ്പോൾ ഒക്കെ ഇവർ നമ്മളോട് മോശമായിട്ട് പെരുമാറും. അപ്പോഴെല്ലാം നമ്മൾ റിയാക്ട് ചെയ്യും. കാണുന്ന ആൾക്കാർ എന്തായിരിക്കും, ഇവന് എപ്പോൾ വന്നാലും ഒരു വഴക്കുണ്ടാവും, ഇവന് എപ്പോൾ വന്നാലും ഒരു അടി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മുടെ ഇന്നർ പീസ്, നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം കീപ്പ് ചെയ്യാനും ആളുകളുടെ മുമ്പിൽ വെറുതെ ഒരു മോശം ഇമേജ് ഉണ്ടാക്കാതിരിക്കാനും അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യുക. ഇപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷന് പോകുമ്പോൾ നിങ്ങൾ നിരന്തരം ഹരാസ് ചെയ്യുന്ന നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി കൊടുക്കാതിരിക്കുക. മഷി ഇട്ട് നോക്കാൻ പോലും നിങ്ങളെ കിട്ടരുത്, നിങ്ങളെ കാണാനേ കിട്ടരുത്. അങ്ങനെയുള്ള ഫംഗ്ഷനിൽ പോകാതിരിക്കുക, അങ്ങനെയുള്ളതിൽ പോകാതിരിക്കുക. പോയാൽ തന്നെ സെക്കൻഡുകളുണ്ട്. പോവുക, ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കുക, തിരിച്ചു വരിക. അവിടെ ഇരിക്കാനോ അവരുടെ കൂടെ തമാശ പറയാനോ ഒന്നും നിൽക്കരുത്. അപ്പം നമ്മുടെ അവൈലബിലിറ്റി കുറയുമ്പോൾ നമ്മുടെ വാല്യൂ കൂടും. ഒരു സാധനം എപ്പോൾ ഓവർ അവൈലബിൾ ആവുന്നു അതിനവിടെ വാല്യൂവും ഡിമാൻഡും കുറവായിരിക്കും. ഒരു സാധനത്തിന് ഇവിടെ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നു, അവൈലബിലിറ്റി കുറയുന്നു, അതിനവിടെ ഹൈ ഡിമാൻഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 വർഷം മുമ്പ് വരെ ഇഷ്ടംപോലെ പ്ലേ സ്റ്റേഷനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആർക്കും വേണ്ടായിരുന്നു, ആർക്ക് എപ്പോൾ ചെന്നാലും വാങ്ങിക്കാം എന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു. അന്ന് അതിന് 50,000 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അതിൻ്റെ MRP എന്ന് പറയുന്നത് 54,000 രൂപയാണ്. 6 മാസവും 1 വർഷവും ഉപയോഗിച്ച പ്ലേ സ്റ്റേഷൻ വരെ ഇന്ന് 60,000 രൂപ കൊടുത്തും 70,000 രൂപ കൊടുത്തും 80,000 രൂപ കൊടുത്തും വരെ വാങ്ങിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? എവിടെയും സാധനം വാങ്ങിക്കാൻ കിട്ടുന്നില്ല. MRP ഇപ്പോഴും 54,000 തന്നെയുള്ളൂ. പക്ഷേ ഒരു ഷോപ്പിലും ഒരു ഓൺലൈൻ സൈറ്റ്സിലും സാധനം വാങ്ങിക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വല്ലവനും ഉപയോഗിച്ച് 1 വർഷം ഉപയോഗിച്ച് പഴകിയ സാധനം MRP റേറ്റിനേക്കാളും 30,000 രൂപ വരെ എക്സ്ട്രാ കൊടുത്ത് വാങ്ങിക്കാൻ ഇന്ന് ആൾക്കാർ തയ്യാറാണ്. കാരണം അവിടെ സപ്ലൈ ഇല്ല, അവൈലബിലിറ്റി ഇല്ല. അവൈലബിലിറ്റി ഇല്ലാത്തപ്പോൾ ഡിമാൻഡ് വളരെയധികം കൂടും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പ്ലേ സ്റ്റേഷനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞു വന്ന ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവൈലബിലിറ്റി കട്ട് ചെയ്യുക, അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് മാറുക. ഞാൻ തന്നെ പല സ്ഥലത്തും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെ അവൈലബിലിറ്റി കുറയുമ്പോൾ നമ്മുടെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എളിമേഷ് ട്രാപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, സെൽഫ് റെസ്പെക്റ്റ് എങ്ങനെ കീപ്പ് ചെയ്യാം, എങ്ങനെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന, മറ്റുള്ളവർ വില തരുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള, സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. കുറച്ചുകൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോണ്ടൻസ് നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി കാര്യങ്ങളായിരിക്കും ഇടുന്നത്. അത്രത്തോളം അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടും ക്ലിയർ ആയിട്ടും മറയില്ലാതെ കുറച്ചുകൂടെ പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ മെമ്പേഴ്സ് ഉള്ളി ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യാം. 239 രൂപയാണ്, 239 ആണ് മെമ്പേഴ്സ് ഉള്ളി അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ്. അത് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ
ഡെസ്ക് ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടർ PC നിന്നോ എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഐഫോണിൽ നിന്ന് എടുക്കരുത്. വെറുതെ ഒരു 100 രൂപ അല്ലെങ്കിൽ 80 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പം മെമ്പേഴ്സ് ഉള്ള 239 നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ കണ്ടൻസ്, അതുപോലെ തന്നെ കുറേ ആളുകൾ എന്നോട് ചോദിക്കുന്ന അവരുടെ ലൈഫ് സ്റ്റോറി, അവർക്ക് ഓക്കെ ആണെങ്കിൽ അതും ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പേഴ്സ് ഉള്ളിൽ ജോയിൻ ചെയ്യാം. സോ മറ്റൊരു വീഡിയോയുമായി കാണാം. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ എം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.